മിഥുൻ, ഇത്രയും നാളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവണം. ഇനി നിങ്ങൾക്കിടയിൽ സന്തോഷവും സ്നേഹവും മാത്രമേ ഉണ്ടാകാവൂ. അതിനുവേണ്ടി ഇവിടുന്ന് നേരെ നിങ്ങളെ ഞാൻ ഒരു ഹണിമൂൺ ട്രിപ്പിന് അയക്കുക. താങ്ക് യു സോ മച്ച് ഡാഡ്. അറിയില്ല, പക്ഷേ അവളോടൊപ്പമുള്ള എൻ്റെ ജീവിതം സന്തോഷമുള്ളതായിരിക്കും. മാത്രമല്ല, മഞ്ജരിയെ ഞാൻ പ്രണയിച്ചിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവൾ ഏതു നേരം ഇങ്ങനെ നമ്മൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പ്രണയിച്ചു കാണുമെന്ന് വിശ്വസിച്ചു. പക്ഷേ യഥാർത്ഥ പ്രണയം എന്താണെന്ന് മേഘനയോട് ഒരുമിച്ച് ജീവിച്ച ഈ ഒരു വർഷം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് മേഘനയോടൊപ്പം തന്നെ ജീവിക്കണമെന്ന് ഞാനിന്ന് തീരുമാനമെടുത്തതുമോ. എൻ്റെ ഈ തീരുമാനം ശരിയാണെന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ മോമിന് മനസ്സിലാകും. പെട്ടെന്നുണ്ടായ ടെസ്റ്റ് അവൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. കുറച്ചു കഴിയുമ്പോൾ തന്നെ അംഗീകരിച്ചോളും. 3-4 ദിവസം കഴിയുമ്പോൾ നിന്റെ മമ്മിക്കും ഇതൊക്കെ ഒരു ശീലമായി മാറിക്കൊള്ളൂടാ. നീ പേടിക്കണ്ട. ആ, നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായിക്കോ, സമയമാകുന്നു. എന്താ ജയദേവായി കാണിച്ചത്? ഞാനൊന്ന് ഫോണിൽ സംസാരിച്ചു വരുമ്പോഴേക്കും പെണ്ണിനെ ചക്കനെ തമ്മിൽ മാറ്റിക്കളഞ്ഞല്ലോ താൻ. മാത്രമല്ല ഹണിമൂണിന് അയക്കുകയും ചെയ്തു. ഇതെല്ലാം ഭാർഗവ പണിക്കരുടെ മായായിരിക്കോ? ഭാർഗവ പണിക്കരോ? ഭാർഗവ പണിക്കർ വന്നിട്ടുണ്ടായിരുന്നോ? ആ, വന്നിരുന്നല്ലോ വല്യമ്മേ. കുറച്ചു മുമ്പ് അകത്തേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടിരുന്നു. ആ, നേരെ ഇങ്ങ് വന്നോ. അങ്ങനെ അരുണിമാമ എവിടെ ഉണ്ട്? വല്യമ്മ അകത്തുണ്ട്. ഇനി എത്ര സമയം എടുക്കും? ആ തിരക്കിനിടയ്ക്ക് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീട് ഓർത്തപ്പോഴാണ് മനസ്സിലായത്. മിക്കവാറും പണിക്കർ അദ്ദേഹം തന്നെയായിരിക്കും വന്നത്. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ട് പോയി കാണും? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വാ, നമുക്ക് നോക്കാം. വല്യമ്മേ, പണിക്കർ അദ്ദേഹം ഈ മുറിയുണ്ട്. അയ്യോ, ഭാർഗവ പണിക്കരെ ആരും ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട്? ആർക്കറിയാം വല്യമ്മേ, ഞാൻ വന്ന് നോക്കുമ്പോ ഇവിടെ അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഭാർഗവ പണിക്കരെ എങ്ങനെ ഇവിടെ എത്തി? എപ്പോഴും ഇങ്ങോട്ടേക്ക് പോകുന്നത്? നേരെ വന്ന് എന്നെ കണ്ട പോരായിരുന്നോ? ഇടയ്ക്ക് എന്താ സംഭവിച്ച? ഇത്രയും നാള് പണിക്കർ എവിടെയായിരുന്നു? ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നുമേ. മേഘനയെ നിങ്ങൾ വെറുതെയാ പഴിചാരുന്നത്. നീ എടുത്ത ഒരു തെറ്റായ തീരുമാനം കാരണം ഇന്ന് മിഥുന്റെ അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുക. മേഘനയും മിഥുനെയും തമ്മിൽ അകറ്റി വളരെ വലിയ കുറ്റമാണ് നീ ചെയ്തത്.
അതിന്റെ ഫലം അനുഭവിക്കാതെ നിവൃത്തിയില്ല. ഭാർഗവ പണിക്കരെ, ഇത്രയും കാലം ഭാർഗവ പണിക്കരെ എവിടെ പോയി മറഞ്ഞതാണ്? ചില ദുഷ്ടശക്തികൾ ചേർന്ന് ഇങ്ങോട്ടേക്ക് വരാനാകാതെ എന്നെ തട്ടിക്കൊണ്ടുപോയതാണ്. അതിലെ പ്രധാനപ്പെട്ട കണ്ണി ആരാണെന്നറിയോ? ആ കണ്ണി ആരാണെന്നുള്ളത് അത് മറ്റാരുമല്ല അരുണിമേ. അവള് ഭാർഗവ പണിക്കരെ, പണിക്കരെ എന്താ ഭാർഗവ പണിക്കരെ? കണ്ണ് തുറക്കും പണിക്കരെ. ഭാർഗവ പണിക്കരെ, ഭാർഗവ പണിക്കരെ, ഭാർഗവ പണിക്കരെ. പണിക്കരെ, വിവേക്, നീ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചിട്ട് വാ. നമുക്ക് പണിക്കരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഓക്കെ വല്യമ്മേ. മേഘന ഓരോ ചുവട് എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഹൃദയം മുറിഞ്ഞൊഴുകിയ ചോര അവളോടുള്ള സ്നേഹമായിരുന്നു. എന്റെ മേഘനയെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ എന്റെ മാത്രം. മഞ്ജരി, നീ എന്നെ കാണിക്കുന്നേ? എടി മഞ്ജരി, കൺട്രോൾ യുവർ സെൽഫ്. ദേഷ്യം കാണിക്കുന്നത് വേഗത കൂട്ടിക്കൊണ്ടല്ല. ഇങ്ങനെ പോയ എല്ലാവരും കൂടി സമാധിയാവും. മഞ്ജരി, മഞ്ജരി പറയുന്നൊന്ന് കേക്ക്. വണ്ടി ഒന്ന് സ്ലോ ആക്കാനാ പറഞ്ഞേ. മഞ്ജരി, മഞ്ജരി, ഇറങ്ങിക്കേ. നിന്റെ തലയ്ക്ക് ഓളമുണ്ടോടി? ജീവൻ വെച്ചാണോ കളിക്കുന്നത്? വലുത് സംഭവിച്ചിരുന്നെങ്കിലോ? ആരെ തോപ്പിക്കാനാ ഇതൊക്കെ? ഇനി ആരെ തോപ്പിക്കാൻ ആന്റി? മിഥുൻ മേഘനയുടെ കഴുത്തിൽ താലി കെട്ടി ആ നിമിഷം ഞാൻ വെറും ജീവശവായി കഴിഞ്ഞു. ആ കതിർ മണ്ഡപത്തിൽ വെച്ച് എന്റെ ജീവൻ പോയതാ. അവിടെ ഇരിക്കുന്ന അഗ്നികുണ്ഡത്തിൽ എന്റെ ശവവും കത്തിക്കരിഞ്ഞു. ഇപ്പോഴും ഞാൻ ജീവനോടെ ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നേ? എടി, എന്ത് വിഡ്ഢിത്തരാ നീ വിളിച്ചു പറയുന്നേ? മിഥുൻ നിന്നെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് നിനക്ക് ജീവിതം ഇല്ലാണ്ടാവോ? അവൻ നിന്നെ വേണ്ടെന്ന് വെച്ചെന്ന് കരുതി നിന്റെ ഭാവി തന്നെ ഇല്ലാതാവോ? എനിക്കൊന്നും വേണ്ട മാം. ഇനി എനിക്കൊരു ജീവിതമില്ല. മിഥുനൊപ്പം മാത്രമാണ് എന്റെ ജീവിതം. എന്റെ ഭാവി ഞാൻ കണ്ടത് മിഥുനിലൂടെയാ. എന്നിട്ട് ആ മിഥുൻ എന്റെ സ്നേഹം തിരസ്കരിച്ചുകൊണ്ട് ആ മേഘനയുടെ കഴുത്തി താലി കെട്ടിക്കൊടുത്തില്ലേ? ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാ മമ്മിയുള്ളത്? കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോ ആ മേഘനയെ ഇപ്പൊ തന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാനാ തോന്നുന്നത്. എല്ലാവരും കാത്തിരുന്ന് കണ്ടോ? അവരെ രണ്ടുപേരെയും ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. മഞ്ജരി, ആ മേഘനയുടെ കാര്യത്തിൽ എനിക്ക് ദേഷ്യമില്ലെന്നാണോ കരുതുന്നേ? എന്റെ മോളെ കുറിച്ചുള്ള രഹസ്യം ഇപ്പൊ നാട് മൊത്തം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലാക്കിയിരിക്കും അവള്. എന്റെ മോക്കൊരു അബദ്ധം പറ്റിയെന്നുള്ളത് ശരിയായിരിക്കാം. എന്നിട്ട് അതിപ്പോ ഇത്രയും മൂതി വിറിപ്പിച്ച് വലുതാക്കിയത് അവളാ. അവളുടെ അഹങ്കാരത്തിന് ഒരു അറുതി ഉണ്ടാവുന്നില്ലല്ലോ. ഇരുചെവി അറിയാണ്ട് സൂക്ഷിക്കേണ്ട രഹസ്യം അവള് കാരണം ആ കല്യാണ മണ്ഡപത്തിലെത്തി എല്ലാവരും അറിഞ്ഞു. എന്റെ മോളെ ഇനി ആര് കല്യാണം കഴിക്കും? ആ മേഘനയുടെ കാര്യത്തിൽ അവളെ കൊല്ലാനുള്ള ദേഷ്യം എന്റെ മനസ്സിലുണ്ട് മഞ്ജരി. പക്ഷെ അതൊക്കെ പുറത്തു കാണിക്കാനുള്ള സന്ദർഭം ഇതല്ലാന്ന് ഓർക്കണം.
അവളോടുള്ള പ്രതികാരം ഏത് വിധത്തിൽ തീർക്കണമെന്ന് എനിക്കറിയാം ആന്റി. എങ്ങനെ തീർക്കാനാ നിന്റെ പ്ലാന്? ദാ, ഒരു കൊട്ടേഷൻ വരുന്നുണ്ട് കേട്ടാ. എടുത്തു നോക്കിയേട്ടാ. ഹലോ മാഡം. ഡാ, ഇതുവരെയും ആരും തരാത്തത്ര പണം ഞാൻ നിനക്ക് തരാം. എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. പണം കിട്ടിയ എന്തും ഞാൻ ചെയ്യുന്ന അറിയില്ല മാഡം. എന്താന്ന് പറഞ്ഞോ, ഈ ഒരു ചെവി അറിയാതെ നമ്മൾ തീർത്തു തരും. അതിന് മുഖവരയുടെ ആവശ്യമില്ല മാഡം. ശീലമുള്ള പണി തന്നെയാ. ഒരു കൊലപാതകം നടത്തണം. ഞാനിപ്പോ ഒരു ഫോട്ടോ അയച്ചുതരാം, അത് നോക്ക്. ആ കണ്ടു കണ്ടു മാഡം. അവര് രണ്ടുപേരും ബാംഗ്ലൂർ റൂട്ടിലൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. ആ കാറിലുള്ള സ്ത്രീയാണ് നിങ്ങൾ കൊല്ലേണ്ടത്. അത് ഞങ്ങൾ ഏറ്റു കഴിഞ്ഞു മാഡം. അഡ്വാൻസ് ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. കൊന്നു കഴിഞ്ഞതിന് ശേഷം എന്നെ വിവരം അറിയിച്ചാൽ മതിയാവും. അപ്പൊ ബാക്കി കൂടി ഇട്ട് തന്നേക്കാം. പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചോളാം മാഡം. വിക്രം ഭായനെ വിളിച്ചോട്ടോ. മഞ്ജരി, ഇപ്പൊ തന്നെ നിന്റെ ജീവിതം താറുമാറായിരിക്കും. ഇനി എന്തിനാ ഇത്തരം കുറുക്കുകൾ എടുത്ത് തലേ വെക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് എന്ത് കിട്ടാൻ പെണ്ണെ? എന്റെ ചോര തിളക്കി എവിടെ? അതൊന്ന് തണുക്കണമെങ്കിൽ ഇതേ ഒരു വഴിയുള്ളൂ. ദയവേത് ഇനി എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. താങ്ക് യു സോ മച്ച് മേഘനെ. താങ്ക്സോ? എന്തിനാവോ? ജീവിതം എന്ന് പറയുമ്പോൾ സന്തോഷവും ദുഃഖവും ജോലി, സമ്പാദ്യം, ജീവിതത്തിൽ ഇങ്ങനെ ഉയർച്ച നേടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെയാണെന്ന് ഞാൻ കരുതി. പക്ഷെ ജീവിതം എന്നാൽ ത്യാഗം ചെയ്യുക, പിന്നെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുക, ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുക. ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ആ ഭാരം സ്വന്തം ചുമലിൽ തന്നെ ചുമക്കുക എന്നിങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് നിന്നെ കണ്ട ഞാൻ പഠിച്ചെടുത്തത്. അവര് വലത്തോട്ടല്ലേ തിരിഞ്ഞു. ചേട്ടാ, ഇന്ന് അവളുടെ കഥ കഴിച്ചിട്ടേ ഉള്ളൂ കാര്യം. എല്ലാത്തിനേക്കാളും ഉപരി സഞ്ജന ഇന്ന് ജീവിച്ചിരിക്കുന്നത് നീ ഉണ്ടായിരുന്നുകൊണ്ട് മാത്ര. അവളുടെ ജീവൻ രക്ഷിച്ചത് നീയാ. അവൾക്ക് പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ അത് നീ ഏറ്റെടുത്തു. എത്രയോ അപമാനങ്ങൾ സഹിച്ചു. നീ ഇതെല്ലാം നന്ദൻ കുടുംബത്തിന് വേണ്ടിയേ ചെയ്തേ. നിന്റെ സ്ഥാനത്ത് ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. എന്റെ കഴുത്തിൽ ആദ്യമായി മിഥുനേട്ടൻ താലി കെട്ടി തന്നപ്പോ തന്നെ ഏട്ടന്റെ ജീവിതം എന്റെ കൂടി ജീവിതമായി മാറിയിരുന്നു. ഭാര്യ എന്ന സ്ഥാനം ഞാൻ സ്വീകരിച്ചതോടുകൂടി ആ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എന്റെ ചുമലിൽ ഞാൻ ചുമക്കാൻ തുടങ്ങി. എന്റെ ഭർത്താവിനെ സ്നേഹവും കരുതലും നൽകി നോക്കാനും എന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ചുമലിലേറ്റാനും എന്റെ കഴുത്തിലും മിഥുനേട്ടൻ കെട്ടിത്തന്ന മംഗല്യസൂത്രം എപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. എനിഹോ, എനിക്കിപ്പോ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. എന്താ അത്? ഇനി അങ്ങോട്ട് നിന്നോട് താങ്ക്സ് പറഞ്ഞ് ഞാൻ മടുക്കൂന്ന്. അത് പറയാൻ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ആയി കഴിഞ്ഞുട്ടോ. ഓരോ കാര്യത്തിനും താങ്ക്സ് പറഞ്ഞോണ്ട് പോയാലേ അത് ഭാര്യ ഭർത്തൃ ബന്ധമാവില്ല. വെറുമൊരു കടമയ്ക്ക് കെട്ടിയ താലിയായിട്ട് മാറും അത്. അതുകൊണ്ട് തന്നെ
സാറിനി താങ്ക്സ് പറയുന്ന പരിപാടി വിട്ടേക്ക്. അല്ല, എനിക്കിപ്പോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്താ അത്? അച്ഛനും സഞ്ജയും ചേർന്ന് നാടകം കളിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അവസാന നിമിഷം വരെ റെസ്പോണ്ട് ചെയ്യാതിരുന്നോണ്ട് മഞ്ജരിയുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു മേഘനെ? മിഥുനേട്ടന് മഞ്ജരിയുടെ കഴുത്തിൽ താലി കെട്ടാൻ കഴിയില്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതെങ്ങനെ? എന്നെ റൂമിലേക്ക് വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോഴേ അറിയായിരുന്നു കൃത്യം മുഹൂർത്ത സമയത്ത് എന്റെ കഴുത്തിൽ മിഥുനേട്ടൻ താലി കെട്ടുമെന്ന്. നിനക്ക് അത്രയും കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? എന്റെ മിഥുനേട്ടാ, എന്നോട് അത്രയ്ക്കും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ വിളിപ്പിച്ച് വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. വിളിപ്പിക്കാനുള്ള മനസ്സ് തോന്നിയത് ഏട്ടന്റെ ദേഷ്യത്തിന് പിറകിൽ അതിന്റെ 10 മടങ്ങോളം സ്നേഹമുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നീ കാണുമ്പോ ഒരു ബുദ്ധൂസാണെങ്കിലും സമ്മതിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും ആവില്ല കേട്ടോ. പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. അസൂയയുള്ള മിഥുനേട്ടനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ? സത്യമായിട്ടും മിഥുനേട്ടാ, ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോവെന്നറിഞ്ഞപ്പോ മിഥുനേട്ടന്റെ ഉള്ളു പെടയുന്നതും അത് പുറത്ത് കാണിക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടുന്നതും എന്റെ അമ്മോ എന്തൊരു രസമായിരുന്നു എന്നറിയോ? എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഒരു ഉമ്മ അങ്ങ് തന്നൂടായിരുന്നു. ആ ഉമ്മയോടുകൂടി എന്റെ ദേഷ്യം അലിഞ്ഞില്ലാതാവുകയും ചെയ്തേനെ. ആ ഉമ്മയും കൊഞ്ചലും ഒക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അതിരിക്കട്ടെ, ഫാം ഹൗസ് അങ്ങ് ഒത്തിരി ദൂരെയാണോ? മാപ്പിൽ കുറെ ദൂരം കാണിക്കുന്നുണ്ട്. എന്നാലും നീ എന്റെ ഒപ്പം ഉള്ളപ്പോ ദൂരം ഒട്ടും തോന്നില്ല. അങ്ങനെ മേഘനയും മിഥുനും വീണ്ടും ഒന്നിച്ചു. മേഘനയെ പെരുവഴിയിൽ ഇറക്കി വിടേണ്ടി വന്നില്ല. ദൈവം സഹായിച്ച് എല്ലാം വിചാരിച്ച പോലെ തന്നെ നടന്നു. ജയദേവൻ സാറേ, ആ, നമ്പൂരിയായിരുന്നോ? വന്നാട്ടെ, ഇരിക്കൂ. നമസ്കാരമുണ്ട്. നമസ്കാരം, ഇരിക്കൂ. അരുണിമാമ എന്നോട് വരാൻ പറഞ്ഞത്. ആ, നമ്പൂതിരി എത്തിയോ? അരുണിമാമയെ നമസ്കാരം. നമസ്കാരം. അരുണിമേ, എന്തിനാ കണ്ണൻ നമ്പൂരി വിളിച്ചു വരുത്തിയേ? മരുമോളുടെ ക്ഷേമം ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല എന്ന് കരുതി മോന്റെ ക്ഷേമവും ആ മരുമോളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നുള്ളത് നിങ്ങൾ മറന്നു കാണും. അതെന്താ ഇപ്പൊ പെട്ടെന്ന് ഈ ക്ഷേമം ബന്ധമൊക്കെ എവിടുന്ന് വന്നു? മേഘന കാരണം ഇതിന് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്നുള്ളത് എന്റെ ടെൻഷൻ ചെയ്യട്ട. അതുകൊണ്ട് മാത്രം അവര് തമ്മിൽ ഒന്നിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോ അവരെ നിങ്ങൾ വീണ്ടും ഒന്നിപ്പിച്ചിരിക്കല്ലേ. അതുകൊണ്ട് മിഥുൻ എന്തെങ്കിലും പറ്റുമെന്നുള്ളതാണ് എന്റെ ആദ്യം ചെയ്യട്ട. ആപത്തിൽ സഹായിക്കാൻ എത്തിയ ഭാർഗവ പണിക്കരെ കൊണ്ടും ഒന്നും പറയാൻ സാധിക്കാതെയായില്ലേ? അരുണിമേ, വീണ്ടും നീ തുടക്കത്തിൽ തന്നെ എത്തിയോ? അതേ പഴമ്പുരാണം തന്നെ വീണ്ടും ആവർത്തിക്കുക? ഭാർഗവ പണിക്കർക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ നിന്റെ മനസ്സിലെ ഈ പേടിയൊക്കെ അദ്ദേഹം മാറ്റിത്തരുമായിരുന്നു. മേഘന കാരണം ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ഇപ്പോഴും നിനക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നത്?